നമസ്കാരം പ്രിയമുള്ളവർ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഉത്തരഭാരതത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, പ്രത്യേകിച്ച് ഒറീസയിൽ നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് മുൻപോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡിനെ കുറിച്ചുള്ള വാർത്ത. ഈ രണ്ട് വാർത്തകൾ ചേർത്താണ് ഇന്ന് നമ്മൾ ഈ വാർത്ത ന്യൂസ് ബുള്ളറ്റിനിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഒറീസയിൽ നിന്നുള്ള വാർത്ത പുതിയ വാർത്തയൊന്നുമല്ല. അതായത് മരിച്ചപ്പോൾ ശവമടക്കാനുള്ള അനുമതി നിഷേധിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തുടർമാനമായിട്ട് ഒറീസയിൽ നിന്നും ആ ഒരു ബെൽറ്റിൽ നിന്നും, അതായത് ഒറീസ, ഛത്തീസ്ഗഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതിന് തടയിടുവാൻ വേണ്ടി, അവരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി, ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചാൽ നേരിടുവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പരക്കെ ഒരു പരാതി ഈ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. കഴിഞ്ഞിടയ്ക്കൊക്കെ ഇത്തരമുള്ള വാർത്തകൾ തുടർമാനമായി നാം കേൾക്കുന്നത് കൊണ്ട് ബെറിയൽ നിഷേധിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇത് പുതിയ വാർത്തയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുന്ന ഒരു തരത്തിലേക്ക് ഇതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ആരുടെയെങ്കിലും ശവസംസ്കാരം നിഷേധിച്ചാൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇത് സ്ഥിരം ഒരു കാര്യമായതുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിലുള്ളവർ പോലും ഇതെന്തിലെന്താ പുതിയ കാര്യം എന്നുള്ള വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ പ്രാവശ്യവും നവരംഗ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള രണ്ട് വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ട് സ്ത്രീകളുടെ മരണത്തോടനുബന്ധിച്ചുണ്ടായ വിവാദം. ഏപ്രിൽ മാസത്തിൻ്റെ സെക്കൻഡ് വീക്കിൽ നവരംഗ്പൂറിലെ രണ്ട് ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികളായ രണ്ട് സ്ത്രീകൾ മരിക്കുന്നു. അവരുടെ ശവസംസ്കാരം, അതായത് വില്ലേജ് സെമിത്തേരിയിൽ, ഗ്രാമത്തിൻ്റെ പൊതുവിലുള്ള സെമിത്തേരിയിൽ അവരെ അടക്കുന്നതിന് ഉള്ള അനുവാദം കൊടുക്കാതെ പ്രശ്നങ്ങളാകുന്നു. അത് പിന്നെ ഡിസ്ട്രിക്റ്റ് ഒക്കെ ഇടപെടുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ശവമടക്കുവാനുള്ള അനുവാദം കൊടുക്കുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം ഈ ബെറിയൽ സ്വന്തം ഫാം ലാൻഡിൽ, അവരുടെ തന്നെ കൃഷിയിടത്തിൽ സംസ്കരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം കൊടുത്തു. അങ്ങനെ ആ വിഷയം അവിടെ തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടുകയാണ്. എന്താണെങ്കിലും ശവമടക്കിനുള്ള തടസ്സങ്ങൾ ഈ പ്രാവശ്യമുണ്ടായി. മാത്രമല്ല, ഈ വില്ലേജിലെ ആളുകൾ പറയുന്നത് അവർ ക്രിസ്തീയ വിശ്വാസം വിട്ട് അവരുടെ ഒറിജിനൽ മതത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണെന്ന് എഴുതി കൊടുത്താൽ അവരെ ശവമടക്കുവാൻ അനുവദിക്കും എന്ന വിധത്തിലാണ് ഈ ഗ്രാമക്കാർ തീരുമാനങ്ങളെടുത്തത്. എന്നാൽ അവരുടെ വിശ്വാസം നിഷേധിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് ആ സെമിത്തേരിയിൽ അടക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. മോണിക്ക സാന്റ എന്ന് പറയുന്ന 50 വയസ്സുള്ള സ്ത്രീ, അവർ മരിച്ച ശേഷം 3-ാമത്തെ ദിവസമാണ് അവസാനം അവരുടെ സ്വന്തം പറമ്പിൽ അടക്കേണ്ടതായിട്ട് വന്നത്. ഇവർ പെന്റിക്കോസ്റ്റൽ വിശ്വാസത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. റായ്മോട്ടി ഗോണ്ട് എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ, 60 വയസ്സുള്ള സ്ത്രീ, അവർക്കും അവരുടെ മരണത്തോട് അനുബന്ധിച്ച് ഇതേ പ്രശ്നമാണ് നേരിടേണ്ടതായിട്ട് വന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം, മരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എവിടെയെങ്കിലും അടക്കിയാൽ പോരെ എന്നൊക്കെ പറയാം. നല്ലൊരു കാര്യം മനസ്സിലാക്കണം. ഈ ശവസംസ്കാരം എന്ന് പറയുന്നത്, ബെറിയൽ എന്ന് പറയുന്നത്, ഒരു വ്യക്തി ജീവിച്ച ജീവിതം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അതിന് അദ്ദേഹം ആ വ്യക്തിക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഫൈനൽ പബ്ലിക് എക്സ്പ്രഷനാണ് ബെറിയൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ആ വ്യക്തി എന്ത് വിശ്വാസത്തിൽ ജീവിച്ചു അത് ലോകത്തോട് വിളിച്ചു പറയുന്ന, അതിനെ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ശവസംസ്കാരം. ജീവിച്ച ആ ജീവിതം, ആ മരണത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന അനുഭവമാണ് ഈ ശവസംസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് അടക്കിയാൽ പോരെ എന്ന് പറയാമെങ്കിൽ പോലും അതിനപ്പുറമായിട്ട് ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് താൻ ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഈ ലോകം വിട്ടു പോകുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ശവസംസ്കാരങ്ങൾ അത്തരമൊരു ശുശ്രൂഷയായതുകൊണ്ട്, ലോകത്തോടുള്ളൊരു സന്ദേശം ആ ശവസംസ്കാര ശുശ്രൂഷയിലുള്ളത് കൊണ്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശവസംസ്കാര ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ന്യൂസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ബോർഡാണ്. നാഷണൽ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് എന്ന വിധത്തിൽ ഒരു സമിതി രൂപീകരിക്കുവാൻ ഇന്ത്യ സർക്കാർ പ്ലാൻ ചെയ്യുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു
പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഒരു വാർത്ത വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും BJP നിയന്ത്രണത്തിലുള്ള സർക്കാർ FCRA നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പുതിയ വാർത്ത പുറത്തു വന്നത്. ഇതിന് രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, FCRA നിയമങ്ങളെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ പറഞ്ഞ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്നുള്ള ചിന്ത കൊണ്ട് അതിനൊന്ന് തടയിടുവാൻ വേണ്ടി പ്രചരിച്ചൊരു വാർത്തയാണ് ഇപ്രകാരത്തിലൊരു നാഷണൽ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് കൊണ്ടുവരുന്നു എന്ന വാർത്ത. എന്നാൽ ഇതിൻ്റെ ഒരു മറുഭാഗം, ഈ ഒരു വാർത്തയെയും പല ക്രൈസ്തവ ലീഡേഴ്സും വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ഈ ഒരു ബോർഡിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പിന്നെയും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇങ്ങനൊരു ബോർഡുണ്ടാക്കി, നാഷണൽ ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡുണ്ടാക്കി ഈ പറഞ്ഞ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെയൊക്കെ മേലൊരു നിയന്ത്രണം കൊണ്ടുവരുവാനാണോ സർക്കാരിൻ്റെ ശ്രമമെന്ന ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭയപ്പാടോടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ കേട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസ് ലീഡർ ജോസ് കെ മാണിയുടേതായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ഒരു ബോർഡ് ക്രിസ്തീയ സഭകളുടെ മേൽ ഒരു അതോറിറ്റി സ്ഥാപിക്കാനുള്ള ഒരു അറ്റംപ്റ്റായിട്ടാണ് ജോസ് കെ മാണി ഇതിനെ കാണുന്നത്. കാരണം ക്രിസ്ത്യൻ ചർച്ചസ് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് അതത് ചർച്ചകൾക്കുള്ള കാനോൻ അനുസരിച്ചാണ്. എന്നാൽ അതിന് പുറത്തു നിന്നുള്ള ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന തരത്തിലാണ് ജോസ് കെ മാണി പോലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവനകൾ നടത്തിയത്. എന്താണെങ്കിലും ക്രിസ്തീയ സമൂഹം മുഴുവൻ ഈ ഒരു വാർത്തയെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. ഈ പർട്ടിക്കുലർ പ്രപ്പോസലിൽ അല്ലെങ്കിൽ ഈ ഒരു വെൽഫെയർ ബോർഡിൻ്റെ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനമായിട്ടും പറയുന്നത് ക്രിസ്തീയ വിശ്വാസികളുടെ വിവാഹം, അതുപോലെ തന്നെ ശവമടക്ക്, ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ വേണ്ടി പ്രത്യേക ഫോക്കസ് ഈ ഒരു വെൽഫെയർ ബോർഡിനുണ്ടാകുമെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ വാർത്ത ഫ്യൂണറലിനെ സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ വെൽഫെയർ ബോർഡ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ സമൂഹത്തിന് ആ വിധത്തിലുള്ള ചില പരിരക്ഷ കിട്ടും എന്ന് ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയുന്നു. പ്രത്യേകിച്ച് മാരേജ് ആൻഡ് ഫ്യൂണറൽ റൈറ്റ്സ്, അതിൽ തന്നെ മിശ്രവിവാഹിതർ, അതായത് ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യാനിയായിട്ടുള്ള വ്യക്തികളുടെ വിഷയങ്ങളിലൊക്കെ വരുന്ന ചില കൺഫ്യൂഷൻസ് ഉണ്ട് മാരേജ് ആൻഡ് ഫ്യൂണറൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ. അതിന് ഒരു തടയിടും എന്നൊക്കെ ഈ ഒരു പ്രപ്പോസൽ മുൻപോട്ട് വെക്കുന്നവർ ഈ വെൽഫെയർ ബോർഡിനെ കുറിച്ച് പറയുന്നു. ഇവിടെ മറ്റൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ബോർഡുകൾ ഈ പറഞ്ഞ മാരേജോ അല്ലെങ്കിൽ ഫ്യൂണറൽ റൈറ്റ്സിനെ കുറിച്ചോ മറ്റൊരു വിധത്തിൽ ചർച്ച ചെയ്യുന്നതിന് എന്താണ് പ്രസക്തി എന്ന ഒരു ചോദ്യം കൂടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ ആസാദി ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലൂടെ നമുക്ക് പറയാനുള്ളത്, ഈ വെൽഫെയർ ബോർഡ് ഒന്നും വന്നില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള പ്രപ്പോസൽ നടക്കുന്നു, അതിൽ തന്നെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ഫ്യൂണറലിന് നേരിടുന്ന തടസ്സങ്ങളെ മാറ്റുവാൻ സർക്കാർ സത്വര നടപടികൾ എടുക്കണം. കാരണം അത് ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ്. മരിക്കുമ്പോൾ അന്തസ്സായ മാന്യമായ ഒരു ശവസംസ്കാരം കിട്ടുക എന്നുള്ളത് അത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ്. അതൊരു കോടതിയും ഒരു സർക്കാരും ഒരു കാലത്തും നിഷേധിക്കുകയില്ല. നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഗവൺമെൻറ്റുകൾ സത്വര നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണെന്ന ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.